നിക്കടാ അവിടെ. നീ എന്നാ അവനെയും കൂട്ടിട്ടല്ലേ പോയത്? അപ്പൊ കൂടെ കൂട്ടി വരേണ്ട ഉത്തരവാദിത്വം നീ കാണിക്കണ്ടേ? വഴിയിലിറക്കി വിട്ടിരിക്കുക. അവന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായല്ലോ. പിന്നെ പാവം പയ്യൻ, അറിയാത്ത സ്ഥലം ഓട്ടോ പിടിച്ച് അവനെ ഇങ്ങോട്ട് വന്നത് ആണെങ്കി നന്നായി പോയി. കിള്ളക്കുട്ടിയൊന്നുമല്ലോ. ഇതൊന്ന് നിർത്തിക്കൂടെ? ഏത് നേരം ഒരു ജയഭാരതി നസീർ. അതിന് ഞാൻ എന്റെ ഫോണിലല്ലേ കാണണേ, നിന്റെ ഫോണിലല്ലല്ലോ. പിന്നെ നിനക്ക് എന്താ അത്ര നഷ്ടം? ഞാനേ വേണമെങ്കിൽ നസീറിന്റെ മാത്രമല്ല സത്യമാഷ്ടം കാണും. നീ പോയതിന്റെ പണി നോക്കടാ. ഇതിലുണ്ടായിരുന്നു 200 രൂപ അവിടെ. അതാ ഓട്ടോക്കാരന് കൊടുത്തു. എടാ നിന്നോടല്ലേ ഞാൻ പിന്നാലെ വരരുതെന്ന് പറഞ്ഞത്? എടാ നിന്റെ സ്റ്റെല്ല ചേച്ചി കാണണോന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇയാന്റെ അമ്മ, നീ എന്നാലും അവനോട് അങ്ങനെ പറഞ്ഞത് കുറച്ച് മോശമായി പോയിട്ടാ. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു അവന്റെ ചത്തുപോയ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ മാജിക് ഒന്നുമില്ല. പിന്നെ അയാളെ മരിച്ചുപോയി, നീ ജീവിക്കാൻ നോക്കുന്നു മാമൻ പറഞ്ഞു. എടാ മഹാഭാവി, ഇങ്ങനെയാണോടാ കുട്ടികളോട് സംസാരിക്കുന്നത്? ഇതിന്റെയൊക്കെ ശാപം കൊണ്ടാടാ നിനക്ക് പെണ്ണ് പോലും കിട്ടാത്തത്. അമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ ഒന്ന് വേഗം വരാൻ നോക്ക്. ഇന്ന് വേണ്ട, ചൊവ്വാഴ്ച അല്ല നാളെ ബുധനാഴ്ച അല്ലേ? ബുധനാഴ്ച പോവാം നമുക്ക്. ഡാടാ നാളും തീയതിയൊക്കെ നോക്കി ചെയ്യാനേ ഇത് നിന്റെ നൂലുകെട്ടൊന്നുമല്ല. നീ ഇന്ന് ഇപ്പോ അവിടെ ചെന്നിട്ട് ആ കുട്ടിയുടെ അമ്മയുടെ മാപ്പ് പറയണം. അത് തന്നെ. പ്രിയേഷ് ചെയ്തോട്ടും ശരിയായില്ല. ഞാൻ അപ്പോഴത്തൊരു കുട്ടികൾക്ക് ഇങ്ങനെ ആശ കൊടുക്കരുത്. അലക്സ് പോയതിനു ശേഷം ഇയാൻ ഒരിക്കലും നോർമലായിട്ടില്ല. പഴയ കളിയും സന്തോഷവും ഒന്നുമില്ല. ആ സിനിമ കാണുമ്പോൾ മാത്രമാണ് അവൻ വല്ലപ്പോഴും ചിരിച്ചു കാണുന്നത്. ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു അവൻ ആ സിനിമയായിട്ട്. നിങ്ങളിങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവനാകെ മാറിയത്. ഇതുകൊണ്ടാവൂന്നറിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ സിനിമ ചെയ്യണം പ്രിയേഷ്. എനിക്ക് എൻ്റെ മകനെ പഴയ പോലെ തിരിച്ചു വേണം. ഇത് ഞാൻ പൂർണ്ണ മനസ്സോടെ തരുന്നതാണ്. വാങ്ങിച്ചോളൂ. അല്ല ശരിയാവില്ല പ്രിയേഷ്. ഈ ഉള്ള പാതി ജീവനും കൂടെ കളയാതെ ഞാൻ ഈ കിടക്കുന്നത് അവന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാ ഇടയിലാകുമ്പോൾ അവൻ തിരിച്ചു വരുന്നതിൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നിങ്ങൾ എനിക്കും കൂടെ വേണ്ടിയിട്ട് ആ സിനിമ ചെയ്യണം. ഇനി പെട്ടെന്ന് ഷൂട്ട് തുടങ്ങാല. സോറി. മരിച്ചവരൊന്നും തിരിച്ചു വരില്ലാന്ന് അങ്കിളിന് അറിയുന്ന പോലെ എനിക്കും അറിയാം. എന്നാലും പപ്പ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. He was my best friend. സിനിമ ഒരു മാജിക്കാണ്. നമ്മളെ കൊണ്ട് പറ്റാത്തതെല്ലാം സിനിമയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഈ മാജിക് അങ്ങനെ വരുമെന്ന്. അവര് വിളിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കറിയായിരുന്നു എന്തോ നല്ല കാര്യത്തിനാന്ന്. എനിക്കും തോന്നി. ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ രക്ഷപ്പെടുമെന്ന്. അതന്നെ. ഇതേ കാരണവന്മാരുടെ കാലത്തുണ്ടാക്കിയ ആഭരണ പെട്ടിയാ. അന്നത്തെ കാലത്തൊക്കെ ഇതിൽ നിറച്ചു പൊന്നും പണമായിരുന്നു. അയ്യോ പഴയ ആത്മാക്കളാട്ടാ. ആത്മാവിന്റെ പേഴ്സന്ന് വീണ് പോയതായിരിക്കൂല. പോടെ അവിടുന്ന്. അല്ലെങ്കിൽ നിനക്കൊക്കെ തമാശയാ. ഓ എൻ്റെ ഭഗവാനേ, സ്വാമി കാത്തോളണേ, അനുഗ്രഹിക്കണേ.